ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഡിസിനെ പറ്റിയാണ്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ മെഡിസിൻ ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻറ്റിബയോട്ടിക്സ്. എന്താണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് ചോദിച്ചാൽ, antibiotics are used as a drug to treat infections because of their low toxicity for humans and animals. ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ, ബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ പോലെ, വൈറസ് പോലെ, ഫംഗസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ ബയോട്ടിക്സ് എന്ന് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഡ്രഗിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. സോ ആ ഡ്രഗിനെതിരെ പ്രവർത്തിക്കുന്നത് മിക്കവാറും പോയിസൺ ആയിരിക്കും. പക്ഷേ ഈ പോയിസന് ഒരു സെലക്ടിവിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിക്കുന്ന ഹോസ്റ്റ്, അതായത് നമ്മൾ മനുഷ്യന്മാരെ ഈ ആൻറ്റിബയോട്ടിക്സ് ആക്രമിക്കാൻ പാടില്ല. പകരം ആരെ മാത്രം ആക്രമിക്കണം? മൈക്രോ ഓർഗാനിസത്തെ മാത്രം ആക്രമിക്കണം. സോ ആൻറ്റിബയോട്ടിക്സ് ആർ യൂസ്ഡ് ആസ് ഡ്രഗ് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ് ബിക്കോസ് ഓഫ് ദിയർ ലോ ടോക്സിസിറ്റി ഫോർ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. Initially, antibiotics were classified as chemical substances produced by microorganisms that inhibits the growth or even destroy the microorganism. പണ്ട് കാലങ്ങളിലൊക്കെ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്ടീരിയ തന്നെ, അല്ലെങ്കിൽ ഫംഗസ് തന്നെ, അല്ലെങ്കിൽ വൈറസ് തന്നെ ഉണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആ മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്നതായിട്ട് കണ്ടുവന്നു. അത്തരം കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് എന്തായത് ആൻറ്റി ബാക്ടീരിയൽസ് ആയിട്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനം, അവരെ നശിപ്പിക്കുന്ന സാധനം അവർ തന്നെ ഉണ്ടാക്കുന്നു. ആ സാധനമാണ് ഇനീഷ്യലി ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് കൺസിഡർ ചെയ്തത്. The development of synthetic methods has helped in synthesizing some of the compounds that were originally discovered as the product of microorganism. Also, some purely synthetic compounds have antibacterial activity. അതായത് ഈ ബാക്ടീരിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ അടുത്തുനിന്ന് തന്നെ അവരെ കൊല്ലാനുള്ള സാധനം വാങ്ങിയിട്ട് അവരെ കൊല്ലുന്നതിന് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അതായത് ഒരുപാട് നമുക്ക് ഈ സാധനം എമൗണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇവർ തന്നു എന്ന് വരില്ല. അങ്ങനെയാണ് നമ്മൾ സിന്തസൈസ് ചെയ്യാൻ, അതായത് ലബോറട്ടറികളിൽ അതേ സാധനം സിന്തസൈസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ സിന്തസൈസ് ചെയ്യാൻ തുടങ്ങി. ഒന്നുകിൽ ബാക്ടീരിയൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടുന്ന സാധനം നമ്മൾ സിന്തസൈസ് ചെയ്തു, അല്ലെങ്കിൽ അതിന് ചെറിയ ചെറിയ മാറ്റം വരുത്തിയിട്ട് നമ്മൾ സിന്തസൈസ് ചെയ്തു. അങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്സ് കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത്. An antibiotic refers to a substance produced wholly or partly by chemical synthesis. ഇപ്പോൾ ഇന്നത്തെ ദൃഷ്ടിയിൽ എന്താണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ഹോളി ഓർ പാർട്ട്ലി ബൈ കെമിക്കൽ സിന്തസിസ്. ഒന്നുകിൽ മുഴുവനായും അല്ലെങ്കിൽ ഭാഗികമായോ കെമിക്കൽ സിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്ത, വിച്ച് ഇസ് പിന്നെ അതിൻ്റെ ഒരു അങ്ങനെ ചെയ്തതാവാം. ഒന്നുകിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ കെമിക്കൽ സിന്തസിസ് വഴി ഉൽപ്പാദിപ്പിച്ചതാവാം. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ വളരെ കുറച്ച് എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു വലിയ അളവിൽ മൈക്രോ ഓർഗാനിസത്തെ കൊല്ലാനോ അല്ലെങ്കിൽ അവരുടെ വളർച്ച തടയാനോ സാധിക്കുന്ന വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതായത് അറ്റ് പ്രസൻറ്റ് എന്താണ് ആൻറ്റിബയോട്ടിക് എന്ന് ചോദിച്ചാൽ, അത് മുഴുവനായോ ഭാഗികമായോ ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്യുകയും വളരെ കുറഞ്ഞ കോൺസെൻട്രേഷനിൽ ഒരു വലിയ അളവിൽ ബാക്ടീരിയയെയും അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരുടെ വളർച്ച മുരടിപ്പിക്കുകയോ ചെയ്യുന്ന വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്. എങ്ങനെയാണതെന്ന് വെച്ചാൽ, ബൈ ഇൻ്റർവിനിങ് ദി മെറ്റബോളിക് പ്രോസസ് ഓഫ് ദിയർ ബാക്ടീരിയ. മനസ്സിലായോ?
ആൻറ്റിബയോട്ടിക്സ് തന്നെ അങ്ങനെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ശരിക്കും നമ്മൾ ചരിത്രം പറയുകയാണെങ്കിൽ ദ സെർച്ച് ഫോർ ദ കെമിക്കൽസ് ദാറ്റ് വുഡ് അഡ്വേഴ്സ്ലി എഫക്റ്റ് ഇൻവാഡിങ് ദ ബാക്ടീരിയ ബട്ട് നോട്ട് ദ ഹോസ്റ്റ് ബിഗൻ ഇൻ 19th സെഞ്ച്വറി. ആളെ കൊല്ലാതെ ആളുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തെ മാത്രം കൊല്ലുന്ന സാധനങ്ങൾ 19ാം നൂറ്റാണ്ടിലാണ് സിന്തസൈസ് ചെയ്യാൻ തുടങ്ങിയത്. പോൾ എൽറിച്ച് ഇൻവെസ്റ്റിഗേറ്റഡ്. പോൾ എൽറിച്ച് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ ഈ ആൻറ്റിബയോട്ടിക്സിനെ പറ്റിയിട്ട് ഡ്രഗ്സിൻ്റെ ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അയാൾ ഈ ആർസനിക് എന്ന് പറയുന്നത് ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ ഈ ആർസനിക് ഉൾപ്പെടുന്ന ആർസനിക്കുള്ള സ്ട്രക്ചറിൽ ആർസനിക്കുള്ള ഒരു കോമ്പൗണ്ട് കണ്ടെത്തി. ആ കോമ്പൗണ്ട് മനുഷ്യന് വളരെ ലെസ് ടോക്സിക്കാണ്, പക്ഷേ സിഫിലിസിന് കാരണമായ ബാക്ടീരിയകളെ കൊല്ലാൻ ഇത് ഉഷാറാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്, ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ ചരിത്രം തുടങ്ങിയത്. ഹി ഡെവലപ്ഡ് ദ മെഡിസിൻ, ഇറ്റ്സ് നെയിം ഈസ് ആർസ്ഫീനമീൻ അല്ലെങ്കിൽ അസൽവർസൻ എന്ന് പറയും. അതിൻ്റെ പേര് അസൽവർസൻ അല്ലെങ്കിൽ ആർസ്ഫീനമീൻ എന്നാണ്. അതായത് അതായത് ഈ ഒരു ഡ്രഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് വെച്ചാൽ ഈ ഡ്രഗ് ബാക്ടീരിയകളെയും വൈറസിനെയൊക്കെ കൊല്ലുന്നു എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത് നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കുന്ന ആൾ ജീവിച്ചിരിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ലോ ടോക്സിസിറ്റി, അതിന് പറയുക ടോക്സിസിറ്റി ഇതാണ്. പിന്നെ മൂന്നാമതായിട്ട് നോക്കുന്നത് ഇതെങ്ങനെ ഇയാൾക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ വയറിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴി കൊടുക്കാം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ മൈക്രോ ഓർഗാനിസത്തെ കൊല്ലോ എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞാൽ അയാളൊരു പ്രൈമറി ടെസ്റ്റ് പാസ്സായി. രണ്ടാമത്തെന്ന് വെച്ചാൽ ഇത് കഴിക്കുന്ന ആൾക്ക് ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ടോക്സിസിറ്റി എന്നാണ് അത് പറയുക. അപ്പോൾ ഈ അസൽവർസൻ്റെ ടോക്സിസിറ്റി വളരെ കുറവായിരുന്നു. ഇതാണ് അസൽവർസൻ അല്ല കേട്ടോ, സൽവർസൻ എന്നാണ് പറയുക. സൽവർസൻ എന്നാണ്. സൽവർസൻ സ്പെല്ലിംഗ് തെറ്റാണ്. സൽവർസൻ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതൊന്ന് വരച്ച് നോക്കുക. ഈ ലെസ് ടോക്സിസിറ്റി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോക്സിസിറ്റി വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. എന്നാലും ഈ അസൽവർസൻ്റെ നമ്മുടെ ശരീരത്തിൽ തീരെ ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു സാധനമല്ല. അതിന് ടോക്സിസിറ്റി ഉണ്ട്, പക്ഷേ കുറവാണ്. So although the salvarsan is toxic to the human beings, its effect on the bacteria which causes syphilis is much greater than on human beings. സംഭവം മനുഷ്യന് ടോക്സിക് ആണ് എന്നുണ്ടെങ്കിൽ പോലും ഇതിന് ഈ പറയുന്ന സിഫിലിസിന് കാരണമാകുന്ന സ്പൈറോകിറ്റ് എന്ന് പറയുന്ന ബാക്ടീരിയയെ കൊല്ലാനുള്ള ഒരു ശക്തി ഈ പറയുന്ന ഡ്രഗിന് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഈ സിഫിലിസ് രോഗിയുള്ള ഒരാളെ രക്ഷിക്കുക, എന്നാലും സിഫിലിസിനേക്കാൾ മാരകമല്ല നമ്മൾ ഈ കൊടുക്കുന്ന മരുന്ന്, എത്രയോ ഭേദമാണ്. അതുകൊണ്ട് ചെറിയ ടോക്സിസിറ്റി ഉണ്ടെങ്കിലും ഇതിന് ഈ സിഫിലിസിന് കാരണമാകുന്ന രോഗാണുവിനെ കൊല്ലാൻ വളരെയേറെ കഴിവുള്ളത് കൊണ്ട് നമ്മൾ ആ ടോക്സിസിറ്റി നെഗ്ലക്റ്റ് ചെയ്തു. എൽറിച്ച് വാസ് വർക്കിംഗ്. അപ്പോൾ ഈ ഒരു പറയുന്ന ടോക്സിസിറ്റിയും കൂടി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ശ്രമം. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൽറിച്ച് വാസ് വർക്കിംഗ് ഓൺ അസോഡൈസ് ഓൾസോ. അസോഡൈസ് എന്ന് പറയുന്നത് ഡൈ ആണ്. നമ്മൾ ഡ്രസ്സിനൊക്കെ കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഈ സാധനം ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഒരു പ്രത്യേക ലൈറ്റ് പുറത്തും നല്ല കളർഫുള്ളായിട്ട് കാണുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഡൈ എന്ന് പറയും. നമ്മൾ ഡ്രസ്സൊക്കെ കളർ കൊടുക്കുന്നത് ഡൈ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡൈ, ഓർഗാനിക് ഡൈയിലൊരു പ്രത്യേക തരം ഡൈ ആണ് അസോഡൈസ് എന്ന് പറയുന്നത്. അസോഡൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ 2 നൈട്രജൻ അടുത്തടുത്തുണ്ടാവും. അപ്പോൾ ഈ നൈട്രജൻ്റെ മുകളിൽ ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് ലൈറ്റിനെ ആഗിരണം ചെയ്തിട്ടാണ് കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സൽവർസൻ്റെ സ്ട്രക്ചർ അയാൾ ഈ അസോഡൈറ്റായിട്ട് വലിയ സാമ്യം കണ്ടു. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൽവർസനുള്ള ആർസനിക്കും അസോഡൈയിലുള്ള നൈട്രജനും രണ്ടും പീരിയോഡിക് ടേബിളിൽ ഒരേ ഗ്രൂപ്പിലാണ്. അപ്പോൾ അവർക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം ആണ്. അപ്പം എന്തായാലും കുറേ സാമ്യത ഉണ്ടാവുമെന്ന് അയാൾ വിശ്വസിച്ചു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിലെ അമിനോ ആസിഡ് മിക്കവാറും നൈട്രജൻ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഈ ആർസനിക് എന്ന് പറയുന്ന ആ സാധനത്തെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ
നമ്മുടെ ശരീരത്തിലെ ടോക്സിസിറ്റി കുറഞ്ഞു വരാം എന്ന് അയാൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സാമ്യത അയാൾ നോട്ട് ചെയ്തത്. എന്താണത്? ഇതാണ് ആർസനിക്. കണ്ടില്ലേ, ആർസനിക് ഡബിൾ ബോണ്ട് ആർസനിക്. ഈ ഒരു ലിങ്ക് so this one, the AS linkage, it just look like the NN linkage present in the Ars phenamine resembles the linkage present in azodite in the sense that the arsenic atom is present in place of nitrogen. He also noted tissues getting colored by dyes selectively. So it's an indication that the dyes are working. ഈ പറയുന്ന സെല്ലിൽ, ടിഷ്യൂസിൽ ഡൈസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഹിൻറ്റും കൂടിയാണത്. അപ്പോൾ സാൽവരിസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. അപ്പം ഈ ഭാഗം നോട്ട് ചെയ്യാം. ഓക്കെ, ഇതിന് അസോഡ, ഇത് സാൽവരിസൻ. അപ്പോൾ ഇതിൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പറയുന്നൊരു പേരാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് പലതും ആവാം. അത് ആൻറ്റി ബാക്ടീരിയൽ ആവാം, ആൻറ്റി ഫംഗൽ ആവാം, ആൻറ്റി വൈറൽ ആവാം. അപ്പോൾ ഈ ആൻറ്റി ബാക്ടീരിയൽസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ആർസനിക്കിൻ്റെ ആ ഒരു കോമ്പൗണ്ട് മാറി അസോഡൈയാറി, പിന്നെ അതിന് ആ ഭാഗത്തിന് വീണ്ടും ഒരു മാറ്റം വരുത്തി ഈ ഭാഗം ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇത് ബാക്ടീരിയക്കെതിരെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗാണെന്ന് അവർ മനസ്സിലാക്കി. He succeeded in preparing the first effective antibacterial agent. അതിൻ്റെ പേര് പ്രൊണ്ടോസിൽ, which resembles in structure to the compound salvarsan. പ്രൊണ്ടോസിലിൻ്റെ സ്ട്രക്ചർ ഇതാണ്, ഒന്ന് വരച്ചു വെക്കുക. It was discovered that the real active compound against bacteria is sulfanilamide. അപ്പോൾ ഈ ഭാഗം, ഞാൻ ഈ റെഡ് കളർ കൊണ്ട് വരച്ച ഈ ഭാഗമാണ് ഈ ബാക്ടീരിയക്കെതിരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗം എന്നുള്ള കണ്ടെത്തി. Thus the sulfa drugs were discovered. A large range of sulfonamide analogues were synthesized. Analogous എന്ന് പറഞ്ഞാൽ അത് പോലോത്ത, ഈ പറയുന്ന ഈ പ്രൊണ്ടോസിൽ പോലോത്ത വേറെ കുറേ ഡ്രഗ്സ് എന്ത് ചെയ്തു, സിന്തസൈസ് ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചത്. ഉദാഹരണമാണ് സൾഫാനിലമൈഡ്, പിരിഡീൻ. ഇതുണ്ടല്ലേ ഈ ഭാഗം, അതുമായിട്ട് റിസംബിൾ ചെയ്യുന്നില്ലേ. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ് ഇസ് സൾഫാപിരിഡീൻ. ഇപ്പോഴും ഉപയോഗിക്കുന്ന ബാക്ടീരിയക്കെതിരെ, നമ്മുടെ ശരീരത്തെ ബാധിച്ച ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് സൾഫാപിരിഡീൻ. അതുപോലെ ദ റിയൽ റെവല്യൂഷൻ ഓഫ് ആൻറ്റി ബാക്ടീരിയൽ തെറാപ്പി ബിഗൻ വിത്ത് ദ ഡിസ്കവറി ഓഫ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഈ ഫിസിക്സിൽ ഐസക് ന്യൂട്ടനെ പോലെ, കെമിസ്ട്രിയിൽ മൈക്കൽ ഫാരഡയെ പോലെ, ലോകം ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയൊക്കെ ലോകം കൊട്ടിഘോഷിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാൾ ആൻറ്റി ബാക്ടീരിയം പെൻസിലിയം ഡ്രഗ് കണ്ടെത്തി എന്നുള്ളതാണ്. ഈ പറയുന്ന പെൻസിലിൻ ശരിക്ക് എക്സ്ട്രാക്റ്റ് അത് ഒരു പ്ലാന്റ് സോഴ്സിൽ നിന്ന്, ഒരു സസ്യത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി പ്യൂരിഫൈ ചെയ്തെടുത്താണ്. ഇറ്റ്സ് ഐസൊലേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ആക്റ്റീവ് കോമ്പൗണ്ട്സ് ടു അക്യുമുലേറ്റ് sufficient material for clinical trial took 13 years. അപ്പം ഈ പെനിസിലിൻ കണ്ടുപിടിച്ചു, നല്ലൊരു ആൻറ്റി ബാക്ടീരിയലാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ആവശ്യത്തിന്, നമുക്ക് വേണ്ട ആവശ്യത്തിന് അത് ഐസൊലേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്തെടുക്കാനും ഏതാണ്ട് 13 വർഷത്തോളം എടുത്തു എന്നാണ്. ആൻറ്റിബയോട്ടിക്സ് ഹാവ് എയ്തർ സൈഡൽ എഫക്റ്റ് ഓർ എ സ്റ്റാറ്റിക് എഫക്റ്റ് ഓൺ മൈക്രോബ്സ്. ഈ ആൻറ്റി ബാക്ടീരിയൽ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ ബാക്ടീരിയകളൊക്കെ കൊന്നുകളയും, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയകളുടെ ഗ്രോത്തിനെ തടയും. ഈ രണ്ടിലേതെങ്കിലും ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയോസൈഡൽ എന്ന് പറയുന്ന ബാക്ടീരിയകളെ കൊന്നുകളയുന്ന ഡ്രഗ്സ് പെനിസിലിൻ ഉണ്ട്, അമിനോഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, ഒഫ്ലാക്സോസിൻ ഉണ്ട്. ഒഫ്ലോക്സാസിൻ എന്ന് പറയുന്ന സാധനം ഇപ്പോഴും നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായാൽ ഇപ്പോഴും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ബാക്ടീരിയോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബാക്ടീരിയകളെ പെട്ടെന്ന് കൊല്ലൂലെങ്കിലും അവരുടെ ഗ്രോത്ത് ഇല്ലാതാക്കുന്ന സാധനങ്ങളാണ്.
എരിത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്നത് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സാധനമാണ്. ക്ലോറാംഫെനിക്കോൾ കൊറോണയ്ക്കെതിരെയുള്ള ഒരു എഫക്റ്റീവ് ഡ്രഗാണ് എന്ന് വിശ്വസിക്കുകയും അത് അഡ്മിറ്റ് ചെയ്യുകയും അത് ഒരുപാട് സ്ഥലത്ത് അത് രോഗികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ്. ഇനി ഈ ബാക്ടീരിയൽ സ്പെക്ട്രം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ the range of bacteria or other microorganisms that are affected by certain antibiotic is expressed as the spectrum of action. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റേഞ്ച് ഏതൊക്കെ ടൈപ്പ് ബാക്ടീരിയ ഈ പറയുന്ന ഡ്രഗ് കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാം എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് ബാക്ടീരിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ ആൻറ്റിബയോട്ടിക്സിന് എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണിത്. ഉദാഹരണത്തിന് ആൻറ്റിബയോട്ടിക്സ് വിച്ച് കിൽ ഓർ ഇൻഹിബിറ്റ് ദ വൈഡ് റേഞ്ച് ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. ബാക്ടീരിയ 2 തരത്തിലുണ്ട്, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും നമുക്കറിയാം. ഈ പറയുന്ന 2 ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവിനെയും രണ്ടിനെയും കൊല്ലാൻ പറ്റുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയാം. ഇനി സെലക്റ്റീവായിട്ട് ദോസ് എഫക്റ്റീവ് മെയിൻലി അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ഓർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രാം പോസിറ്റീവിനെയോ അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവിനെയോ മാത്രം കൊല്ലാൻ ഉപയോഗിക്കുന്ന ഡ്രഗിനെ നമ്മൾ നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയും. നമ്മൾ ഈ ഇറ്റ്സ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് സിംഗിൾ ഓർഗാനിസം ഓർ ഡിസീസ് ദേ ആർ റെഫേർഡ് ആസ് ലിമിറ്റഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചില ഡ്രഗ് ഒരു ഗ്രാം പോസിറ്റീവ് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ഫുള്ളായിട്ടോ പറ്റില്ല. പകരം ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു ബാക്ടീരിയയെ മാത്രം കൊല്ലാൻ ഉപയോഗിക്കുന്ന ഡ്രഗുണ്ട്. അതിന് പറയാം ലിമിറ്റഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് എന്നാണ്. അപ്പോൾ ഇറ്റ്സ് ബ്രോഡ് സ്പെക്ട്രം, നാരോ സ്പെക്ട്രം ആൻഡ് ലിമിറ്റഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ഓർമ്മിക്കാം. പെനിസിലിൻ ജി ഹാസ് എ നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി മാത്രമേ പറ്റൂ. അപ്പോൾ പെനിസിലിൻ ജി എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ ഇതാണ്, ഒന്ന് വരച്ചു നോക്കുക. നമ്മൾ ആജീവനാന്തം കാണേണ്ട ഡ്രഗുകളാണിതൊക്കെ. ജനറൽ സ്ട്രക്ചർ ഓഫ് പെനിസിലിൻ ഇങ്ങനെയാണ്. ആംപിസിലിൻ ആൻഡ് അമോക്സിസിലിൻ ആർ സിന്തറ്റിക് മോഡിഫിക്കേഷൻസ് ഓഫ് പെനിസിലിൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായോ ഭാഗികമായോ നിർമ്മിച്ചെടുത്തത് എന്ന്. അപ്പം പെനിസിലിൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതാണ്. ഈ പെനിസിലിൻ നമ്മൾ സിന്തസൈസ് ചെയ്തു ലബോറട്ടറിയിൽ. ഈ പെനിസിലിൻ പോലത്തെ സാധനങ്ങളും സിന്തസൈസ് ചെയ്തു. അങ്ങനത്തെ പോലത്തെ സാധനങ്ങളാണ് ആംപിസിലിനും അമോക്സിസിലിനും. ദീസ് ഹാവ് ബ്രോഡ് സ്പെക്ട്രം. ഈ പറയുന്ന പെനിസിലിനെ മാറ്റം വരുത്തിയിട്ട് സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയപ്പോൾ നാരോ സ്പെക്ട്രം എന്നുള്ളത് ബ്രോഡ് സ്പെക്ട്രമായി മാറി. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ടു ടെസ്റ്റ് ദ പേഷ്യൻസ് ഫോർ സെൻസിറ്റിവിറ്റി ടു പെൻസിലിൻ ബിഫോർ ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റ്. നിങ്ങൾ ചില ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോയാൽ അവർ ചെയ്യുന്ന ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൈയിൻ്റെ മുകളിലൊരു വട്ടം വരഞ്ഞു വെച്ചിട്ട് ഒരു ചെറിയ സാധനം ഇഞ്ചെക്റ്റ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ അത് അലർജിക്കാണോ അങ്ങനെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാണ്. അപ്പോൾ ഈ മരുന്നുകൾ എടുക്കുമ്പോഴും അത് പ്രത്യേകം സെൻസിറ്റിവിറ്റി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇൻ ഇന്ത്യ പെനിസിലിൻ ഈസ് മാനുഫാക്ചേർഡ് അറ്റ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് ഇൻ പിംപ്രി ആൻഡ് ഇൻ പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി. അപ്പോൾ ഇന്ത്യയിൽ ലോകപ്രശസ്തമായ ഒരുപാട് ഈ ഡ്രഗ് ഫാക്ടറീസിലുണ്ട്. ഡോക്ടർ റെഡ്ഡി, അതുപോലത്തെ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന സാധനമാണ്, ഈ ഒരു ലാബാണ് ഈ പറയുന്ന പെൻസിലിൻ സിന്തസൈസ് ചെയ്യുന്നത്. ക്ലോറാംഫെനിക്കോൾ എന്ന് പറഞ്ഞാൽ മീഡിയയിൽ വല്ലാതെ സ്റ്റാറായിരുന്നു കൊറോണയുടെ സമയത്ത്. ഐസൊലേറ്റഡ് ഇൻ 1947 ഇൻ എ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്. ഈ ക്ലോറാംഫെനിക്കോളിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇറ്റ് ഈസ് റാപ്പിഡ്ലി അബ്സോർബ്ഡ് ഫ്രം ദി ഗാസ്ട്രോ intestinal tract and hence can be given orally in case of typhoid, dysentery, acute fever, certain form of urinary infections, meningitis and pneumonia. ആക്ച്വലി ഇതിൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു ഡ്രഗ് ഈ മൈക്രോബ്സിനെ കൊല്ലുന്നുണ്ടോ എന്ന് നോക്കണം. കൊന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മനുഷ്യന്മാർക്ക് പോയിസണാണോ എന്ന് നോക്കണം. അതും കഴിഞ്ഞാൽ നമ്മളിതെങ്ങനെ, അതായത് ചിലപ്പം ഈ ഡ്രഗ് ഓർഗാനിക് ആയിരിക്കും. ഓർഗാനിക് ആയിട്ടുള്ള സാധനം നമ്മൾ ശരീരത്തിലേക്ക് എടുക്കുമ്പോൾ അത് നമ്മൾ സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ചെയ്യണം. ഡൈജസ്റ്റ് ചെയ്യാതെ നേരെ അങ്ങ് പോന്നാൽ ആ ഡ്രഗ് കഴിക്കുന്നതുകൊണ്ട് കാര്യമില്ല.
അപ്പം ഈ പറയുന്ന ക്ലോറാംഫെനിക്കോളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ സ്റ്റൊമക്കിൽ നിന്ന് എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. വാങ്കോമൈസിൻ ആൻഡ് ഒഫ്ലാക്സോസിൻ ആർ അതർ ഇമ്പോർട്ടൻറ്റ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്. ദ ആൻറ്റിബയോട്ടിക്സ് ഡൈസിഡാസിറിൻ ഈസ് സപ്പോസ് ടു ബി ടോക്സിക് ടുവേർഡ്സ് സെർട്ടൈൻ സ്ട്രെയിൻസ് ഓഫ് ക്യാൻസർ സെൽ. ഇതൊക്കെ അതായത് വേറെയും ഉപയോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ വളരെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൾഫോണമൈഡ്, അതാണ് ഏറ്റവും ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരു ഡ്രഗ് എന്ന്. അതിന് പറയുക സൾഫ ഡ്രഗ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് യൂസ് ടു ട്രീറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. They may be prescribed to treat urinary tract infection, bronchitis, eye infections, bacterial meningitis, pneumonia, ear infection, severe burns, traveler's diarrhea and other conditions. ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്രയിൽ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തേനൊക്കെ അല്ലേ, അതൊക്കെ ഇത് ഉപയോഗിക്കാമെന്നാണ്. സൾഫോണമൈഡ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഈ സൾഫോണമൈഡ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു ചോദിച്ചാൽ ഇന്നത്തെ മാർക്കറ്റിലുള്ള സൾഫാമീത്തോക്സസോൾ, മീത്തോപ്രിം, അതിന് ബാക്ടറിൻ എന്നും സെപ്ട്ര എന്നൊക്കെ പറയും, ആൻഡ് എറിത്രോമൈസിൻ, സൾഫിസോക്സസോൾ, അതിന് എറിസോൾ എന്നും പെഡിയാസോൾ എന്നും പറയും. സം ഡയബറ്റിക് മെഡിക്കേഷൻ സച്ച് ആസ് ഗ്ലൈബ്യൂറൈഡ്, ഡയബറ്റ, ഗ്ലൈനസ് പ്രെസ്റ്റാബ്സ് എന്നൊക്കെ പറയുന്ന പേരിൽ അത് കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്താണ്, സൾഫോണമൈഡ്സ് എന്ന് പറയുന്ന ഡ്രഗ് അല്ലെങ്കിൽ സൾഫാഗ്ര ഡ്രഗ് ഫാമിലിയിൽപ്പെട്ടതാണ്. ഇനി വേറെ ഇത് നമ്മളെ ശരീരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആൻറ്റിബയോട്ടിക്സ് എന്നാണ് പറയുക. ഇനി ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്ന സാധനമുണ്ട്. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാം ഡോക്ടർ ഒരു പ്രത്യേക സാനിറ്റൈസർ പോലത്തെ ഒരു സാധനം കൈൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കി തുടക്കുന്നത് കാണാം. അല്ലെങ്കിൽ നമ്മൾ പല മെഡിക്കൽ ലാബോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ഒക്കെ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആൻറ്റിസെപ്റ്റിക്. ആൻറ്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതാണ്, അതിന് ടോക്സിസിറ്റി നോക്കണം. ആൻറ്റിസെപ്റ്റിൻ്റെ ടോക്സിസിറ്റി വലിങ്ങനെ നോക്കണ്ട. ഡെറ്റോൾ ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്. അതായത് ആൻറ്റിസെപ്റ്റിക്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് കിൽ ഓർ സ്ലോ ഡൗൺ ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. അത് നമുക്ക് ശരീരത്തിന് പുറത്തുള്ള സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അയഡിൻ ഈസ് എ പവർഫുൾ ആൻറ്റിസെപ്റ്റിക്. അതായത് സ്കിന്നിന്, നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തിന്, അതായത് ഇൻടേക്ക്, അതായത് എഡിബിൾ അല്ലാത്ത സാധനങ്ങളാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. പുറത്ത് ഓൺലി ഫോർ എക്സ്റ്റേണൽ യൂസ് എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് 2 to 3%. ഈ പറയുന്ന അയോഡിൻ എന്ന് പറയുന്നത് 2 to 3% സൊല്യൂഷൻ ഇൻ ആൽക്കഹോൾ വാട്ടർ മിക്സ്ചർ നോൺ ആസ് ടിഞ്ചർ ഓഫ് അയഡിൻ. അയഡോഫോം ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എൻ ആൻറ്റിസെപ്റ്റിക് ഫോർ വൂണ്ട്സ്. It is applied on wounds. Boric acid is a dilute aqueous solution, is weakly antiseptic for eyes. നമ്മളെ കണ്ണിലൊക്കെ ഇപ്പോഴും കാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ കണ്ണിലൊക്കെ ഈ പറയുന്നതിനൊക്കെ ഉറ്റിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ഒരു മെയിൻ കണ്ടൻ്റാണ് ബോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷൻസ് ആർ അപ്ലൈഡ് ടു ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് സച്ച് ആസ് ഫ്ലോർസ്, drainage system, instruments. Same substances can act as an antiseptic as well as a disinfectant by varying the concentration. 0.2% solution of phenol is antiseptic while its 1% solution is disinfectant. അപ്പോൾ ഈ ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ സ്കിന്നിനൊക്കെ ഉപയോഗിക്കുന്നത്. ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി രണ്ടും ഒന്നാണ്, വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡിസിൻഫെക്റ്റൻറ്റ്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഡെറ്റോൾ എന്ന് പറയുന്നത് 0.2% സൊല്യൂഷൻ ഓഫ് ഫിനോളാണ്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ കാണുന്ന മൈക്രോബ്സിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ക്ലോറിൻ ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് 0.2 to 0.4 ppm ഇൻ aqueous solution and sulfur dioxide is very low concentration are disinfectant. നമ്മൾ ക്ലോറിൻ ഈ കിണറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് ക്ലോറിനൊക്കെ ഇടുന്നില്ലേ, അത് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടാണ്. അതെന്താണ് അതിൻ്റെ ആക്ഷൻ എന്ന് വെച്ചാൽ ബ്ലീച്ചിങ് ആക്ഷനാണ്. ക്ലോറിൻ ഓക്സിജനായിട്ട് കൂടി ചേർന്നിട്ട് ഒരു ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. ഇനി വേറൊരു കാറ്റഗറിയാണ് ആൻറ്റാസിഡ് എന്ന് പറയും. അതായത് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നതാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ കുറച്ച് അതായത് ലൂസ് മോഷൻ, പിന്നെ അസിഡിറ്റി പ്രശ്നം എന്നൊക്കെ പറയും. ഒരു സുഖമില്ലാത്ത, ചിലപ്പോൾ പെയിൻ ഉണ്ടാവും,
ഈ സംഭവത്തിനാണ് അസിഡിറ്റി എന്ന് പറയാം. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക് കോസസ് ഇറിറ്റേഷൻ ആൻഡ് പെയിൻ. ഇൻ സിവിയർ കേസസ് അൾസർ ആർ ഡെവലപ്ഡ് ഇൻ സ്റ്റൊമക്ക്. അതായത് ഈ ആസിഡിറ്റി കൂടി കൂടി അത് സ്ഥിരമായാൽ അതിനാണ് നമ്മൾ അൾസർ എന്ന് പറയുക. അൾസർ ക്യാൻസറായിട്ട് മാറുന്ന പോലെയാണ്. ഇനീഷ്യലി ആൻറ്റാസിഡ് വെയർ അഡ്മിനിസ്ട്രേറ്റ്. അപ്പോൾ ഈ ആസിഡിറ്റി കൂടുന്നതിന് ആദ്യം നമ്മൾ ചെയ്ത ആസിഡിറ്റി കൂടുന്നല്ലേ, എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ബേസ് അങ്ങ് കൊടുക്കാമെന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ആൻറ്റാസിഡ്, അതായത് ആസിഡിറ്റിക്കെതിരെയുള്ള സാധനം കൊടുത്തു തുടങ്ങി. സച്ച് ആസ് സോഡിയം ബൈകാർബണേറ്റും ഈ അലൂമിനിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഹൈഡ്രോക്സൈഡും ഒക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ കൊടുത്തത്. അപ്പോൾ ഇതിനൊരു പ്രശ്നം ഉണ്ടായി. അതായത് ഈ പറയുന്ന ഹൈഡ്രജൻ കാർബണേറ്റ് ശരീരത്തിൽ കൂടുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് നമ്മളെ ശരീരത്തിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്ക് അത് തിരിയും. അതായത് ബേസിസിറ്റി സ്റ്റൊമക്കിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ മൂപ്പർ വീണ്ടും ആസിഡ് ഉൽപ്പാദിപ്പിക്കും. അഥവാ നമ്മളെടുത്ത ഈ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ബേസ് ആവശ്യത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താനൊന്നും കിട്ടില്ല. ചിലപ്പോൾ അത് കൂടിപ്പോയാൽ എന്ത് ചെയ്യും, വീണ്ടും അസിഡിറ്റി കൂടും. അപ്പോൾ സ്റ്റൊമക്ക് വിൽ ആൽക്കലൈൻ ആൻഡ് ട്രിഗർ ദ പ്രൊഡക്ഷൻ ഈവൻ മോർ ആസിഡ്. അപ്പോൾ ഇതൊരു പ്രശ്നമായി. നമ്മൾ ഇപ്പോൾ ഈ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നില്ലേ, ബീമാർ ഈസ് എ നെയ്, ബീമാർ കോ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി നീഡ് ടു രോഗിയല്ല, രോഗത്തെയാണ് ചികിത്സിക്കേണ്ടതെന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇതിപ്പോൾ സിംറ്റത്തെയാണ് ചികിത്സിക്കുന്നത്. ആസിഡിറ്റി കൂടി എന്നുള്ള ആ സിംറ്റത്തെയാണ് നമ്മൾ ചികിത്സിച്ച്. ശരിക്കും അതല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അസിഡിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന വേറൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആർ ബെറ്റർ ആൾട്ടർനേറ്റീവ് ബിക്കോസ് ഓഫ് ബീങ് ഇൻസോലബിൾ. ദീസ് ഡു നോട്ട് ഇൻക്രീസ് ദ pH അബവ് ന്യൂട്രാലിറ്റി. അപ്പോൾ ഇതൊരു കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനൊക്കെ പകരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോഴും ജലൂസിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സാധനം ആംഫോട്ടറിക് ആണ്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ it will not increase acidity, it will not increase basicity, it will become neutral only. അപ്പോൾ അങ്ങനത്തെ സാധനമാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതല്ല ഇതിൻ്റെ ശരിയായ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് വെച്ചാൽ it does not increase the pH. These treatments control only symptoms and not the cause. Therefore, with these metal salts, the patient cannot be treated easily. In advanced stages, ulcers become life-threatening. അതായത് ഇങ്ങനെ തന്നെ അസിഡിറ്റിക്ക് പകരം ഇങ്ങനെ ബേസും കഴിച്ചു പോയാൽ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അൾസറായി മാറും. അൾസറായാൽ പിന്നെ വല്ലാതെ സിവിയർലി എഫക്റ്റ് ചെയ്താൽ സ്റ്റൊമക്കിന് ആകെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അപ്പോൾ അതിനുള്ള ശരിയായ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എ മേജർ ബ്രേക്ക് ത്രൂ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ആസിഡിറ്റി കെയിം ത്രൂ ദ ഡിസ്കവറി അക്കോർഡിംഗ് ടു വിച്ച് എ കെമിക്കൽ ഹിസ്റ്റമീൻ സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് പെപ്സിൻ ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക്. ശരിക്കും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന് ബയോളജിക്കാർ പറയുന്നൊരു പേരുണ്ട്, ഇൻഡസ്റ്റൈനൽ ആസിഡ്. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ലാബിൽ കാണുന്ന കൈ പൊള്ളുന്ന അതേ ഗാഢതയുള്ള അതേ കോൺസെൻട്രേഷനുള്ള ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലെയറിലുണ്ടെന്നാണ്. ആ പെപ്സിൻ എന്ന് പറയുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ഈ ഹിസ്റ്റമീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് മൂപ്പർ കൺട്രോൾ ചെയ്തിട്ട് ഇറക്കുകയാണ് നമ്മളെ സ്റ്റൊമക്കിൽ. അപ്പോൾ ഈ ഹിസ്റ്റമീനെയാണ് എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഹിസ്റ്റമീൻ ഇറക്കിയ ആസിഡിറ്റിക്ക് പകരം നമ്മൾ ബേസ് ഇറക്കിയാൽ ഹിസ്റ്റമീന് വീണ്ടും ആകെ കൺഫ്യൂഷൻ ആവുന്നല്ലാതെ അത് ശരിയായ ട്രീറ്റ്മെൻ്റ് അല്ല. അപ്പോൾ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റമീൻ എന്ന് പറയുന്ന കെമിക്കലാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മളെ സ്റ്റൊമക്കിൽ പെപ്സിൻ എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും ഉൽപ്പാദനം എത്ര വേണം എത്ര വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ പറയേണ്ടത് ആരോടാണ്, ഹിസ്റ്റമീനോടാണ്. അപ്പം ഹിസ്റ്റമീൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള സാധനത്തിനാണ് നമ്മൾ ആൻറ്റി ഹിസ്റ്റമീൻ എന്ന് പറയാം. ദ ഡ്രഗ് സിമെറ്റിഡീൻ, ടിഗാമറ്റ് എന്നും പറയും, വാസ് ഡിസൈൻ ടു പ്രിവെൻറ്റ് ദ ഇൻട്രാക്ഷൻ ഓഫ് ഹിസ്റ്റമീൻ വിത്ത് റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദ സ്റ്റൊമക്ക് വാൾ. ദിസ് റിസൾട്ടഡ് ഇൻ റിലീസ് ഓഫ് ലെസ്സർ എമൗണ്ട് ഓഫ് ആസിഡ്. അപ്പോൾ ശരിക്കുള്ള കാരണം മദർ റീസൺ വേറെയാണ്. അപ്പോൾ ഹിസ്റ്റമീനുമായിട്ടാണ് കാര്യങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത് മനസ്സിലായി. അതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. The importance of drug was so much that it remained the largest selling drug in the world until another drug, ranitidine, Zantac, was discovered. അങ്ങനെ ഈ പറയുന്ന ടിഗാമെറ്റ് എന്ന് പറയുന്ന സാധനം കാലങ്ങളോളം ഈ ഡ്രഗ് ലോകം അടക്കി വാണിരുന്ന ഒരു ഡ്രഗായിരുന്നു.
കാരണം ഈ പറയുന്ന അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡ്രഗാണ്. പക്ഷേ അതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ റാനിറ്റിഡീൻ അല്ലെങ്കിൽ സാൻഡാക്ക് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഡിസ്കവർ ചെയ്തു. അത് മറ്റേതിനേക്കാൾ ഉഷാറാണ്. സോ ഹിസ്റ്റമീൻ ഈസ് എ പൊട്ടൻറ്റ് വാസോഡിലീറ്റർ. It contracts the smooth muscles in the bronchi and gut and relaxes other muscles such as those in the walls of fine blood vessels. ശരിക്കും ഈ ഹിസ്റ്റമീൻ എന്ന് പറയുന്ന സംഭവത്തിന്, അതായത് ഇത് നമ്മളെ മൂഡൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്നാണ്. ദൈവം നമ്മുടെ ശരീരത്തിൽ, ദൈവത്തിൻ്റെ കരങ്ങൾ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിനെ നമ്മൾ ഹോർമോൺ എന്നാണ് പറയുക. ഈ ഹോർമോണിലൂടെയാണ് ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നതെന്നാണ്. അപ്പോൾ അതുപോലത്തെ ഒരു റോളിലുള്ള സാധനമാണ് ഈ ഹിസ്റ്റമീൻ. ഈ ഹിസ്റ്റമീൻ നമ്മളെ മൂഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്, ചിലപ്പോൾ നിങ്ങൾ വയറുവേദനയായിട്ട് ഡോക്ടറായിട്ട് പോയാൽ നല്ല എക്സ്പേർട്ട് ഡോക്ടറാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും, നല്ല സ്ട്രെസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹിസ്റ്റമീൻ ഒരു പൊട്ടൻറ്റ് വാസോഡിലേറ്ററാണ്. ഇറ്റ് കോൺട്രാക്ട് ദ സ്മൂത്ത് മസിൽസ് ഇൻ ദ ബ്രോഞ്ചി ആൻഡ് ഗട്ട് and relaxes other muscles such as those in the walls of the fine blood vessels. Histamine is also responsible for the nasal congestion associated with the common cold and allergic response to pollen. ഈ സ്റ്റൊമക്കിൽ മാത്രമല്ല, നമ്മളെ മൂക്കിലൊക്കെ ഈ ജലദോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മൂപ്പർക്ക് റോളുണ്ടെന്നാണ്. ഇതാണ് ഹിസ്റ്റമീൻ നമ്മളെ ശരീരത്തിലുള്ള. ഹിസ്റ്റമീൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് പോലത്തെ ഒരു സ്ട്രക്ചറുള്ള സാധനമാണ്. സിമെറ്റിഡിൻ, ആദ്യത്തെ രാജാവ്. റാനിറ്റിഡിൻ, ഇയാളാണ് ഇപ്പോൾ അടച്ചു വായുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സുപരിചിതമായി അറിഞ്ഞിരിക്കേണ്ട ഡ്രഗാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വെറുതെ ഒന്ന് വരച്ച് പഠിക്കുക, അത്രയാണ്. ഇത് കണ്ടിട്ടിങ്ങനെ പേടിക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. Antihistamines. Synthetic drug brompheniramine, Dimetap and terfenadine, Seldane act as antihistamines. അപ്പോൾ ഈ ആൻറ്റിഹിസ്റ്റമീൻസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധനമാണ് ഈ പറയുന്ന മരുന്നുകൾ. They interfere with the natural action of histamine by competing with the histamine for binding sites of receptor where the histamine exerts its effect. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, ഈ ബൈൻഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് മെക്കാനിസം, കീ ഹോൾ മെക്കാനിസം എന്നൊക്കെ പറയുന്ന പോലത്തെ. അപ്പോൾ ഈ റിസപ്റ്റേഴ്സിനെ കോമ്പറ്റേറ്റീവായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ നേരെയാക്കുന്ന ആൾക്കാരാണ് ആൻറ്റിഹിസ്റ്റമീൻ. Why do above mentioned antihistamines not affect the secretion of acid in stomach? അപ്പോൾ ഈ വേറെ ആൾ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ ഹിസ്റ്റമീൻ വീണ്ടും ആസിഡ് അതിമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കൂലേ എന്നൊരു ചോദ്യമുണ്ട്. ആൻറ്റി അലർജിക് ആൻഡ് ആൻറ്റാസിഡ് ഡ്രഗ്സ് വർക്ക് ഓൺ ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം വേറെയാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, ആസിഡിറ്റി കൂട്ടാത്തത്. ആൻറ്റിഹിസ്റ്റമീൻസ്. ഡിമെറ്റാപ്പിൻ്റെ സ്ട്രക്ചർ ഇതാണ്, ടെർഫെനാഡിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സെൽഡൈൻ്റെ സ്ട്രക്ചർ ഇതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ സ്ട്രക്ചേഴ്സൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മളെ ശരീരമൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ഡ്രഗ്സ് അല്ലേ നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.